ഹായ് എല്ലാവർക്കും അനൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. റെസിപ്പി എന്നൊന്നും പറയാൻ പറ്റില്ല, നല്ലൊരു ചായ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. ചായ നിങ്ങൾക്ക് അറിയാമല്ലോ, പല രീതിയിൽ ഉണ്ടാക്കാറുണ്ട്. അതിൻ്റെ 2-3 വീഡിയോസ് ഞാൻ ഇതിന് മുന്നേ ഷെയർ ചെയ്തിട്ടുള്ളതാണ്. ഇന്ന് പുതിയൊരു രീതിയിൽ നല്ലൊരു ചായ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ഈ ഗ്ലാസ്സിലാണ് പാലും വെള്ളമൊക്കെ അളന്നെടുക്കുന്നത് കേട്ടോ. അതുപോലെ ചെറിയ 2 ഗ്ലാസ് ചായക്കുള്ള അളവാണ് ഞാനിന്ന് പറയുന്നത്. അപ്പോൾ ചായയിൽ ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും ഏലക്കയും ഒന്ന് ചതച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി വേണം. പിന്നെ ഇതുപോലെ 3 ഏലക്ക എടുത്തിട്ടുണ്ട്. ഏലക്കയുടെയൊക്കെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവർ 1-2 എടുത്താലും മതി കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും ഏലക്കയും കൂടി ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കാം. ഇനി അടുപ്പ് കത്തിച്ച് പാൻ വയ്ക്കാം. അതിനകത്തോട്ട് നമ്മൾ എടുത്ത ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് ചൂടായി വരണം. ഇത് തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ചായപ്പൊടിയൊക്കെ ചേർക്കണം. വെള്ളം കണ്ടോ നല്ലതായിട്ട് ചൂടായി വന്നിട്ടുണ്ട്, തിളച്ചിട്ടില്ല. ഈ സമയത്ത് ഇതിനകത്തോട്ട് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂണാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ചും കൂടി കടുപ്പം വേണമെന്നുണ്ടെങ്കിൽ 1.5 ടീസ്പൂൺ വരെ ചേർക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ ചായപ്പൊടി ഇട്ടു. ഈ സ്പൂണിൽ 1/4 ടീസ്പൂണാണ് ഇട്ടത് കേട്ടോ. ഇനി ഇതാദ്യം നന്നായിട്ടൊന്ന് തിളയ്ക്കണം. വെള്ളം നല്ലതായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മൾ ബാക്കി സാധനങ്ങൾ ചേർക്കുന്നത്. ഇപ്പോൾ ഇത് നല്ലതായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും ഏലക്കയും ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. തിളച്ചിട്ട് മാത്രം ഇഞ്ചി ഏലക്ക ഇട്ടാൽ മതി കേട്ടോ. ഇനി തീ കുറച്ച് ഏറ്റവും ലോ ഫ്ലെയിമിൽ കുറച്ച് നേരം നമുക്കിതിങ്ങനെ ഇട്ടേക്കാം. ഒരു 1 മിനിറ്റൊക്കെ ഇട്ടാൽ മതി കേട്ടോ. കുറച്ച് നേരം നമ്മളിങ്ങനെ ആ ചെറിയ തീയിൽ ഇതിങ്ങനെ ഇട്ടേക്കുമ്പോൾ, ചൂടാക്കി ഇട്ടേക്കുമ്പോൾ നമ്മൾ ചേർത്ത ഏലക്കയുടെയും ഇഞ്ചിയുടെയും ആ ചായപ്പൊടിയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് അതിനകത്തോട്ട് വരും. അടച്ചൊന്നും വെക്കണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് ചൂടാക്കിയാൽ മതി. അപ്പോൾ ഇത് വെച്ചിട്ട് കുറച്ച് സമയമായി. ഇതിനകത്തോട്ട് ഇനി പാലൊഴിക്കാം. ഞാൻ നേരത്തെ വെള്ളം അളന്ന ഗ്ലാസ്സിൽ തന്നെ 1 ഗ്ലാസ് പാലാണ് ഒഴിക്കുന്നത്. ചൂടാക്കിയ പാലല്ല, പച്ച പാലാണ് ഒഴിക്കുന്നത് കേട്ടോ. ഇപ്പോഴും തീ കുറച്ച് തന്നെയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് ചേർത്തതിന് ശേഷം തീ കൂട്ടിയിട്ടാൽ മതി. അപ്പോൾ ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാരയ്ക്ക് കറക്റ്റ് അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഈ ചായ നല്ലതായിട്ടൊന്ന് തിളച്ച് പൊങ്ങി വരണം. ചായ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ടിത് അരിച്ചെടുക്കാം. ചായ അരിച്ചെടുത്ത് കഴിഞ്ഞിട്ട് 2-3 പ്രാവശ്യം ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചെടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അതിന്. വീഡിയോയ്ക്ക് കുറച്ച് ലൈറ്റ് കുറവാണ് കേട്ടോ. മഴ ആയതുകൊണ്ട് പുറത്ത് ഇരുണ്ട് കിടക്കുവാണ്. അപ്പോൾ ഇതേ നല്ല അടിപൊളി ചായ റെഡി. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് ഇഷ്ടമാവും. വലിയ സംഭവമൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയണം. ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.